കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടിയുമായി സർക്കാർ. സ്കൂൾ മാനേജരെ അയോഗ്യനാക്കി പകരം താൽക്കാലിക മാനേജറായി കൊല്ലം വിദ്യാഭ്യാസ ഓഫീസറെ നിയമിച്ചു. വിദ്യാർത്ഥികളുടെ സുരക്ഷയിൽ അധ്യാപകർക്ക് മാനേജ്മെന്റിനും വീഴ്ച പറ്റിയെന്നും മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിൻ്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും. ശ്രീ ആർ തുളസീധരൻ പിള്ളയെ തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂൾ മാനേജർ സ്ഥാനത്ത് നിന്നും അയോഗ്യനായി പ്രഖ്യാപിച്ചുകൊണ്ടും പുതിയ മാനേജർ നിയമിക്കുന്നതുവരെ താൽക്കാലിക മാനേജറായി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ചുമതല നൽകിക്കൊണ്ടും ഉത്തരവ് കൊണ്ടുള്ള തീരുമാനം ആയിട്ടുണ്ട്. DOയ്ക്ക് ചുമതല കൊടുത്തിരിക്കുന്നു. അത് എത്ര നാൾ വേണേൽ പോകാം. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ റാറ്റിഫൈ ചെയ്ത് പരിഹരിച്ച് അതിന് അപേക്ഷ നൽകിയാൽ അപ്പോഴും ആലോചിക്കും. മിഥുന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം ഉടൻ നൽകും. KSCBയും KSTAയും 10 ലക്ഷം രൂപ വീതം നൽകും. മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ചു നൽകുമെന്നും മന്ത്രി. മിഥുൻ കേരളത്തിൻ്റെ മകനാണ്. മിഥുൻ്റെ കുടുംബത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖാന്തരം വീട് വെച്ച് നൽകുന്നതിനും അടിയന്തര താൽക്കാലിക ധനസഹായമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ PD അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഉടൻ തന്നെ ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. KSCB 5 ലക്ഷം രൂപ ധനസഹായമായി കൈമാറിക്കഴിഞ്ഞു. 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. അധ്യാപക സംഘടനയായ KSTA 10 ലക്ഷം രൂപ ധനസഹായം ഉടൻ തന്നെ കൈമാറും. മാനേജർ ആർ തുളസീധരൻ പിള്ളയെ അയോഗ്യനാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സ്കൂൾ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിൽ മാനേജർ വേണ്ടത്ര ജാഗ്രതയും ഉത്തരവാദിത്വവും പുലർത്തിയില്ല. തുളസീധരൻ പിള്ളയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ കൃത്യവിലോപവും അലംഭാവവും ഉണ്ടായതായും ഉത്തരവിൽ പറയുന്നുണ്ട്. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സ്കൂൾ മാനേജർ തുളസീധരൻ പറഞ്ഞു. ഇത്തരം സാഹചര്യത്തിൽ സർക്കാർ എടുത്ത തീരുമാനം ഉചിതമെന്നും തുളസീധരൻ. ഞാൻ ആ നടപടിയെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. ഞാനും മാനേജ്മെൻറ്റ് കമ്മിറ്റിയും പിന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ച് എടുക്കുന്ന തീരുമാനം ഉചിതമാണ് എന്ന നിലയ്ക്കാണ്. ഞാൻ സർക്കാരിനെ വെല്ലുവിളിക്കാനെന്ന് ഞങ്ങളാരും ഉദ്ദേശിക്കുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, എന്താണെങ്കിലും സർക്കാർ സ്കൂളിന്റെ ഭരണം ഏറ്റെടുക്കുന്ന സാഹചര്യം, സ്കൂൾ മാനേജർക്കെതിരെ കൃത്യമായ കൃത്യവിലോപത്തിന്റെ വിവരങ്ങളാണ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം അത് ഉചിതമായ തീരുമാനം എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു തുളസീധരൻ പിള്ള. എന്താണെങ്കിലും സർക്കാരിന്റെ ഭരണം എത്ര നാളുവരെ നീളുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇല്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏത് തരത്തിലായിരുന്നു? ഒപ്പം തന്നെ തുളസീധരൻ പിള്ളയുടെ റെസ്പോൺസ് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ. സംഗീത, ഈ കൊല്ലം തേവലക്കരയിൽ മിഥുൻ മരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ആദ്യ ദിവസങ്ങളിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത്. പിന്നീട് സ്കൂൾ മാനേജ്മെൻറ്റിനോട് വിശദീകരണം ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ വിശദീകരണത്തിൽ മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്നത് മാനേജർ എന്ന നിലയിൽ മനഃപൂർവ്വമായ ഒരു വീഴ്ച തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ കൃത്യതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നടക്കമുള്ള വിശദീകരണമായിരുന്നു മാനേജറുടെ ഭാഗത്തു നിന്ന് വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. പക്ഷേ ഈ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇത്തരത്തിൽ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് മാനേജറായിട്ടുള്ള ആർ തുളസീധരൻ പിള്ളയെ അയോഗ്യനാക്കി ഉത്തരവിറക്കിയത്. ഒപ്പം സ്കൂൾ മാനേജ്മെന്റിനെയും പിരിച്ചുവിട്ടു. കൂടാതെ ഈ സ്കൂൾ മാനേജറുടെ താൽക്കാലിക ചുമതല കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നൽകിയും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ മാനേജർ ഈ താൽക്കാലിക മാനേജർ എത്ര കാലം വരെ തുടരും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കി സ്കൂൾ പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ പുതിയൊരു മാനേജ്മെൻറ്റ് ഉണ്ടാകൂ, അല്ലെങ്കിൽ പുതിയ മാനേജ്മെൻറ്റ് പുനരുജ്ജീവിപ്പിക്കൂ എന്നുള്ള മറുപടിയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനോടൊപ്പം തന്നെ മരിച്ച മിഥുൻ്റെ കുടുംബത്തിന് വേണ്ട പിന്തുണയെല്ലാം നൽകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. സാമ്പത്തികമായിട്ടും അതിനോടൊപ്പം തന്നെ മിഥുൻ്റെ വീട് നിർമ്മിച്ച് നൽകുന്ന അടക്കമുള്ള പ്രവൃത്തികളിലേക്ക്
വിദ്യാഭ്യാസ വകുപ്പും മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ അടക്കും. പക്ഷേ ഈ ഉത്തരവിനെതിരെ അല്ലെങ്കിൽ ഈ ഉത്തരവിനെ അംഗീകരിക്കുന്ന നിലപാടായിരുന്നു മാനേജറുടെ ഭാഗത്തു നിന്നുണ്ടായത്. തൃപ്തികരമായ നടപടിയാണ് എന്നാണ് മാനേജർ ആർ തുളസീധരൻ പിള്ള മറുപടി നൽകിയത്. പക്ഷേ അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്ന നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഉന്നതതല യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. ഇതിൻ്റെ ബാക്കിയുള്ള യോഗങ്ങൾ ഈ വരുന്ന ജൂലൈ 31-നും അവസാന യോഗം ഓഗസ്റ്റ് 7-നും ചേരാനാണ് തീരുമാനം. ഈ യോഗത്തിൽ ഈ സ്കൂളുകളുടെ സംസ്ഥാനത്തുടനീളമുള്ള സ്കൂളുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടോ എന്ന് വിശകലനം ചെയ്യും. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിൽ സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സംഗീത. ശരി, ഹാൻസ് എന്താണെങ്കിലും തേവലക്കര സ്കൂളിന്റെ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്നു. തുളസീധരൻ പിള്ളയെ അയോഗ്യനാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിട്ടുമുണ്ട്. മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിൽ മാനേജർ വേണ്ടത്ര ജാഗ്രതയും ഉത്തരവാദിത്വവും പുലർത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഗുരുതര വീഴ്ചയെപ്പറ്റിയും ആ ഉത്തരവിൽ പറയുന്നുണ്ട്. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്തുവെന്ന് സ്കൂൾ മാനേജർ തുളസീധരനും പറഞ്ഞു വെക്കുന്നു. വിശദമായ വിവരങ്ങളാണ് ഹാരിസ് ജോൺ തിരുവനന്തപുരത്തു നിന്നും പങ്കുവച്ചത്.